السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، ما بعد. اللهم اغفر لنا ورحمنا ولوالدينا ولمصنف هذا الكتاب ولجميع المؤمنين والمؤمنات. ജീവിതത്തിൽ ഹറാമും ഹലാലും വേണം എന്ന് പറയാറുണ്ടല്ലോ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. വലാ തഅക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. നിങ്ങൾക്കിടയിൽ പരസ്പരം ഹറാമായ സ്വത്ത് ഭക്ഷിക്കരുത് എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. വലാ തഅക്കുലു, നിങ്ങൾ ഭക്ഷിക്കരുത്, അംവാലക്കും നിങ്ങളുടെ സ്വത്ത്, ബൈനക്കും നിങ്ങൾക്കിടയിൽ ബിൽ ബാത്തിൽ, ഹറാമായ രീതിയിൽ ഭക്ഷിക്കാൻ പാടില്ല. ഹജ്ജത്തുൽ വദാഇൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന അറാദുക്കും, നിങ്ങളുടെ അഭിമാനവും നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ രക്തമൊക്കെ നിങ്ങൾക്ക് ഹറാമാണ്. ഒരു ചാണ് ഭൂമി മറ്റൊരാളുടേത് ഒരാൾ കയ്യേറിയാൽ ഖിയാമത്ത് നാളിൽ 7-ാം ഭൂമി വരെയുള്ള മുഴുവൻ ഭൂമിയെയും ഒരു മാലയായി അവൻ്റെ കഴുത്തിൽ അണിയിക്കപ്പെടുന്ന ഗസ്ബ് എന്നാണ് അതിന് പറയാം. കയ്യേറുക, മറ്റൊരാളുടെ സ്വത്ത് കയ്യേറുന്നത്, അല്ലെങ്കിൽ മറ്റൊരാളുടെ അവകാശം കയ്യേറുന്നതിനാണ് ഗസ്ബ് എന്ന് പറയാം. അനധികൃതമായിട്ട് അന്യായമായിട്ട് മറ്റൊരാളുടെ സ്വത്തിൽ അവകാശം വെക്കുന്നതിനാണ്, അവകാശം ഉന്നയിക്കുന്നതിനാണ് ഗസ്ബ് എന്ന് പറയുക. അത് വൻദോഷമാണ്. അത് സ്വത്തന്നാകണമെന്നില്ല, ഒരാൾ അവകാശമായാലും അതിപ്പോൾ പള്ളി, അങ്ങാടി, ഹോസ്പിറ്റൽ, ഇവിടെയൊക്കെ ഒരു പ്രത്യേക സ്ഥലം നമ്മൾ ബുക്ക് ചെയ്താൽ അത് നമ്മുടേതാണ്. ആ സ്ഥലം നമ്മളെന്ത് ചെയ്യുക? പിടിച്ചടക്കുക. പള്ളിയിൽ ഇരിക്കുന്നൊരു സ്ഥലത്ത്, ആ സ്ഥലത്ത് പോയിട്ട് നമ്മളിരിക്കുക. ഒരു ക്യൂവിൽ നമുക്കൊരു സ്ഥലം കിട്ടി, ആ സ്ഥലം നമ്മൾ മറ്റൊരാളുടേത് അപഹരിക്കുക. അന്യൻ്റെ വിരിപ്പിൽ പോയിട്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ ആളയാളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. ആ വീട്ടിലേക്ക് നമ്മൾ കയറണം എന്നൊന്നുമില്ല. വീട്ടിലേക്ക് ഇറങ്ങിട്ട് അയാളെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നമ്മൾ അയാളെ നിർബന്ധിക്കുക, പേടിപ്പിക്കുകയൊക്കെ ചെയ്യുക. മറ്റൊരാളെ വാഹനത്തിൽ യാത്ര ചെയ്യുക, മറ്റൊരാളുടെ അടിമനെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഇതൊക്കെ ഗസ്ബാണ്. ഗസ്ബ് ചെയ്താൽ നിർബന്ധമായിട്ടും അത് തിരിച്ചു കൊടുക്കണം. തിരിച്ചു കൊടുക്കണമെങ്കിൽ ആ സാധനം ഉണ്ടാവണം. നശിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വില കൊടുക്കണം. ഏത് വിലയാണ് കൊടുക്കേണ്ടത്? ആ സാധനം ഗസ്ബ് ചെയ്തത് മുതൽ നശിക്കുന്നത് വരെയുള്ള അതിൻ്റെ വില നോക്കണം. ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും, ചിലപ്പം കുറഞ്ഞിട്ടുണ്ടാവും. ആ കൂടിയ വില എന്താക്കണം? ഇയാൾ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം. എങ്ങനെയാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്? അളന്നും തൂക്കിയും കണക്കാക്കാൻ പറ്റുന്ന സാധനത്തിന് നശിച്ചാൽ അതേപോലെയുള്ള സാധനം അളന്ന് തൂക്കി കൊടുക്കുക. അതിന് മിസ്ലി എന്നാണ് പറയാം. അളന്നും തൂക്കിയും കൊടുക്കുന്ന സാധനം അല്ലെങ്കിൽ, അഥവാ ശറഅ് അങ്ങനെ കണക്കാക്കാത്ത സാധനമാണെങ്കിൽ, ഗസ്ബ് ചെയ്തത് മുതൽ അത് നഷ്ടപ്പെടുന്നത് വരെയുള്ള വിലയുടെ ഏറ്റവും ഉയർന്ന വില കൊടുക്കണം. ഈ സാധനത്തിൻ്റെ വില അല്ലെങ്കിൽ മിസ്ലി ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് എവിടെയാണ്? ഈ മിസ്ലിയായ സാധനം എവിടെ നിന്നാണോ അവൻ കയ്യേറിയത് അവിടെ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങളാരെങ്കിലും ഒരു സാധനം കയ്യേറിയാൽ നിങ്ങളെനിക്കത് തിരിച്ചു തരേണ്ടത് എവിടെയാണ്? ഫീ മക്കാനിൻ ഹല്ല ബിഹിൽ മിസ്ലിയു. മിസ്ലി എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടെ. അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ നിങ്ങൾ കൊണ്ടുവന്ന് തരണം. അല്ലാതെ നിങ്ങൾ കോഴിക്കോട് നിന്ന് തന്നാൽ എന്ത് ചെയ്യും? അതേ സമയത്ത് എനിക്ക് നിങ്ങളോട് വേറെ സ്ഥലത്ത് വെച്ച് ഏൽപ്പിച്ച് തരാൻ വേണ്ടി ആവശ്യപ്പെടാം. കൊണ്ടോട്ടിയിൽ വെച്ചിട്ട് തരാൻ വേണ്ടി. ഇപ്പോൾ എൻ്റെ നാട്ടിൽ നിന്നാണ് നിങ്ങൾ എൻ്റെ സാധനം കൊണ്ടുപോയത്. അപ്പോൾ വേറൊരു സ്ഥലത്ത് വെച്ച് തന്നെ അത് തിരിച്ചു തരാൻ വേണ്ടി എനിക്ക് ആവശ്യപ്പെടാവുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യണ്ടോ? സുരക്ഷിതമായ വഴിയായിരിക്കണം എന്നുള്ളതാണ്.
സുരക്ഷിതമായ വഴിയായിരിക്കണം. പിന്നെ അങ്ങോട്ട് സാധനം നീക്കം ചെയ്യുന്നതിന് ചിലവും ഉണ്ടാകാൻ പാടില്ല. കോഴിക്കോട് നിന്നാണ് എനിക്ക് ഏൽപ്പിച്ചു തരണമെങ്കിൽ എനിക്ക് കണ്ണൂരിൽ നിന്ന് കണ്ണൂർ തരാൻ വേണ്ടി പറയാം. എപ്പോൾ ആ സാധനം അങ്ങോട്ട് നീക്കം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ, വിലയും കൂടുതൽ ചിലവും ഇല്ലെങ്കിൽ. അങ്ങോട്ട് ചിലവുള്ളതാണെങ്കിൽ പിന്നെ എനിക്ക് വിലയാണ് തരേണ്ടത്, സാധനമല്ല. മനസ്സിലായോ? എൻ്റെ കാറ് നിങ്ങൾ വസ്തു ചെയ്താൽ ഇവിടെയാണ് തരേണ്ടത്, നിങ്ങൾ വേറെ എവിടെയും തന്നിട്ട് കാര്യമില്ല. അതേ സമയത്ത് എൻ്റെ കാറിന് തുല്യമായൊരു കാർ എനിക്ക് മറ്റൊരു സ്ഥലത്ത് വെച്ച് തരാൻ വേണ്ടി നിങ്ങളോട് ആവശ്യപ്പെടാൻ പറ്റുമോ? അതെ, അങ്ങോട്ട് സാധനം കൊണ്ടുപോകുന്നതിന് ചിലവൊന്നുമില്ലെങ്കിൽ ആവശ്യപ്പെടാം. ചിലവുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വിലയാണ് തരേണ്ടത്, കാറല്ല. മറ്റൊന്ന്, വില കണക്കാക്കപ്പെടുന്ന സാധനമാണ്, അളന്നും തൂക്കിയും കണക്കാക്കുന്ന സാധനം അല്ലെങ്കിൽ, ഉദാഹരണത്തിന് ഒരു സാധനത്തിൻ്റെ ഉപകാരമാണ് നഷ്ടപ്പെടുത്തിയത്. എൻ്റെ ഒരു മൊബൈൽ നിങ്ങൾ അതിൻ്റെ ഉപയോഗം നഷ്ടപ്പെടുത്തി. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ വിലയാണ് നിങ്ങൾ നൽകേണ്ടത്. പിന്നെ വില വാങ്ങിയാൽ പിന്നെ കുറേ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് തുല്യമായ സാധനം വേണമെന്ന് പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് അളന്നും തൂക്കിയും കേൾക്കുന്ന സാധനമാണല്ലോ അരി, ഗോതമ്പ്. അരിയാണ് നിങ്ങൾ വസ്ബ് ചെയ്തതെങ്കിൽ എനിക്ക് തുല്യമായിട്ട് നിങ്ങൾ അരിയാണ് തരേണ്ടത്. അപ്പോൾ അരി തരാതെ പൈസ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തൃപ്തിയാണെങ്കിൽ പൈസ കൊണ്ട് തന്നെ നിങ്ങൾക്ക് തൃപ്തിപ്പെടാം. പക്ഷെ പൈസ കൊണ്ട് തൃപ്തിപ്പെട്ടാൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പകരം അരി തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കുറേ മസലകളൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമുക്കത് പറയാം. ഫസ്ലുൻ ഫീ ബയാനി അഹ്കാമിൽ ഖസ്ബി, ഖസ്ബിൻ്റെ അഹ്കാമുകൾ വിശദീകരിക്കുന്ന പാഠമാണ്. അൽ ഖസ്ബു, ഖസ്ബ് എന്നാൽ ഇസ്തീലാൻ, ഇസ്തൗല യസ്തൗലി ഇസ്തീലാൻ, ഇസ്തൗല അധികാരം നടത്തലാണ്. അലാ ഹഖ് ഗൈരിൻ, അന്യൻ്റെ അവകാശത്തിന്മേൽ. വലോ മൻഫഅത്തൻ, അതൊരു പ്രയോജനം ഉപകാരമാണെങ്കിൽ പോലും. ഉദാഹരണം, കൈഖാമത്തി മൻ ഖഅദ ബി മസ്ജിദിൻ ഔ സൂഖിൻ, പള്ളിയിലോ അങ്ങാടിയിലോ ഇരുന്ന ഒരു വ്യക്തിയെ അവിടെ നിന്ന് എണീപ്പിക്കും പോലെ. ബിലാ ഹഖിൻ, ഒരവകാശമില്ലാതെ എണീപ്പിക്കുക. പള്ളിയിലോ അങ്ങാടിയിലോ ഇരുന്നൊരു വ്യക്തിയെ എണീപ്പിക്കും പോലെ ഇഖാമത്ത്. അപ്പോൾ അന്യൻ്റെ ഹക്കിൻ്റെ മേൽ അധികാരം ചെയ്യുക, ബിലാ ഹക്കിന് അവകാശമില്ലാതെ എന്ത് ചെയ്യുക, ഇസ്തീലായി ചെയ്യുക. ഉദാഹരണം, ജുലൂസിഹി അലാ ഫിറാശി ഗൈരി, മറ്റൊരാളുടെ വിരിപ്പിലിരിക്കും പോലെ. അവകാശമില്ലല്ലോ. വൈലം യൻഖുലുഹു, ആ വിരിപ്പ് അല്ലെങ്കിൽ കസേര നീക്കിയിട്ടില്ലെങ്കിൽ പോലും, നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നീക്കിയിട്ടൊന്നുമില്ല എന്നാൽ പോലും അത് ഇരിക്കൽ ഖസ്ബാണ്. അതുപോലെ വിസാജിഹി അന്താരിഹി, ഒരാളുടെ വീട്ടിൽ നിന്ന് ഒരാളെ പുറത്താക്കും പോലെ. വൈലം യദ്ഖുൽഹ, ഇവൻ ആ വീട്ടിലേക്ക് കയറിയിട്ടില്ലെങ്കിൽ പോലും. മറ്റൊരു ഉദാഹരണമൊക്കെ റുകൂബി ദാബത്തി ഗൈരിഹി, അന്യൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്യും പോലെ. വസ്തിഖ്ദാമി അബ്ദിഹി, അന്യൻ്റെ അടിമയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും പോലെ. ഇതൊക്കെ ഖസ്ബിൽ വരുന്നതാണ്. വഅലൽ ഖാസിബി റദ്ദു വളമാനു മുതമവ്വലിൻ, ഈ ഖസ്ബ് ചെയ്ത വ്യക്തിക്ക് നിർബന്ധമാകും റദ്ദു വളമാനു മുതമവ്വലിൻ, ഒരു വിലയുള്ള സാധനം, തലിഫ, നശിച്ച വിലയുള്ള സാധനമാണെങ്കിൽ അതിന് ഉത്തരവാദിയാകലും അത് തിരിച്ചു കൊടുക്കലും നിർബന്ധമാണ്. വലൽ ഖാസിബി, ഖസ്ബ് ചെയ്ത ആൾക്ക് ഖാസിബ് എന്ന് പറയാം. ഖാസിബിന് നിർബന്ധമാണ് റദ്ദു വളമാനു മുതമവ്വലിൻ, ഒരു വിലയുള്ള സാധനമാണെങ്കിൽ അതിനെ തിരിച്ചു കൊടുക്കലും അതിന് ലമാന് ഉത്തരവാദിയാകലും. നശിച്ചാൽ എങ്ങനത്തെ മുതമവ്വലി, തലിഫ നശിച്ചു, എന്തിനാണ് ഉത്തരവാദിയാകേണ്ടത്, എത്ര പൈസക്കാണ് ഉത്തരവാദിയാകേണ്ടത്? ബിഅഖ്സാ ഖിയമിഹി, അതിൻ്റെ ഏറ്റവും കൂടുതൽ, അതിൻ്റെ അധിക വില കൊണ്ട്, അതിൻ്റെ മാക്സിമം വില കൊണ്ട്. ഏത് മുതൽ? മിൻ ഹീനി ഖസ്ബിൻ ഇലാ തലഫിൻ, അത് ഖസ്ബ് ചെയ്തത് മുതൽ തലഫിൻ, നശിക്കുന്നത് വരെയുള്ള ഖീമത്തില്ലേ, അതിൻ്റെ ബഹുവചനമാണ് ഖിയമ. അതിലേറ്റവും അധികം വില എപ്പോഴാണ് വരുന്നത്? ആ വിലക്ക് ലമാന് ഉത്തരവാദിയാകുന്നതാണ് നശിച്ച സാധനത്തിന്.
എങ്ങനെയാണ് ഉത്തരവാദിയാകേണ്ടത്? മിസ്ലിയാണോ മുത്തഖബ്ബമാണോ എന്ന് നോക്കണം. വയലുമനു മിസ്ലിയൻ, ഇപ്പോൾ കുറേ മിസ്ലിയായ സാധനങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ മുമ്പ് സ്ഥലമ് കച്ചവടം പറഞ്ഞില്ലേ? സ്ഥലമ് കച്ചവടം, ഈ സ്ഥലമ് കച്ചവടത്തിൽ ഏതൊക്കെ സാധനത്തിലാണ് നമുക്ക് സ്ഥലം നടത്താൻ പറ്റുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സാധനം എന്ത് ചെയ്യുക? മുൻകൂട്ടി വാങ്ങുക, ഗുണങ്ങളും വിശേഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ റൊക്കം പൈസ കൊടുത്തിട്ട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നു? കടത്തിന് വാങ്ങുകയാണ്. പിന്നീടാണ് അയാൾ എനിക്ക് സാധനം ഏൽപ്പിച്ച് തരിക. കച്ചവടം തന്നെയാണ്, പക്ഷേ സാധനത്തിന് അവധി പറയുകയാണ്, ആ സാധനത്തിൻ്റെ ഗുണം പറഞ്ഞിട്ട് വാങ്ങുകയാണ്. അപ്പോൾ ഏതിലൊക്കെ പറ്റുക പറ്റാത്തത് എന്നൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അരിപ്പൊടി, വെള്ളം, മിസ്ക്, ചെമ്പ്, പൈസ, ദീനാർ, ദിർഹം ഇതുപോലെയുള്ള സാധനമൊക്കെ ആണെങ്കിൽ അസ്ബ് ചെയ്തതെങ്കിൽ തുല്യമായ സാധനം നൽകണം. എവിടെയിരുന്നോ ആ സാധനം ഉണ്ടായിരുന്നത് അവിടെ വെച്ച് തന്നെ നൽകണം. വയലുമന് മിസ്ലിയുൻ, മിസ്ലിയിൻ ഉത്തരവാദിയാകും. ബഹുവ മിസ്ലി എന്നാൽ മാ ഹസറഹു കൈലുൻ ഔ വസ്നുൻ, തൂക്കമോ അളവോ കൃത്യമാക്കുന്ന ഒരു സാധനമാണ്. അമ്മ ഒന്നാണ് ഹസ്രഹു, അതിന് കൃത്യമാക്കുന്നു. അളവോ തൂക്കോ, ചിലപ്പോൾ അളന്നിട്ടോ തൂക്കിയിട്ടോ ഒക്കെ ഷറയിലിട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാം തൂക്കും, എല്ലാം അളക്കും, അതല്ല നോക്കുന്നത്. ഷറയിൻ്റെ കാഴ്ചപ്പാടിൽ അളന്നോ തൂക്കിയോ കണക്കാകുന്ന സാധനം. വജാസ സ്ഥലമു ഫീഹി, നേരത്തെ പറഞ്ഞ സ്ഥലമു കച്ചവടം അനുവദനീയമാവുകയും ചെയ്യുന്ന സാധനം. കക്കുത്തിനിൻ, പഞ്ഞി അല്ലെങ്കിൽ പരുത്തി, ദഖീഖ് അരിപ്പൊടി, മാ വെള്ളം, മിസ്കന്നെ, നുഹാസ് ചെമ്പ്, ദീറാറ്, ദിർഹം, അങ്ങനെ പല ഐറ്റം സാധനങ്ങളാണ് പറഞ്ഞത്. ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ അരി, ഗോതമ്പ്, ഓരോ മഖ്സൂസൻ. അത് ഇപ്പോൾ നമ്മൾ ദീനാറ്, ദിർഹം എന്ന് പറഞ്ഞു, വെള്ളി, സ്വർണം. അത് ചെമ്പ് കൂട്ടിക്കലർത്തപ്പെട്ടതാണെങ്കിൽ പോലും തങ്കം ഉണ്ടാവും തീരെ കലർത്താത്തത്, അതിന് തങ്കം എന്നാണ് പറയാം. ചെമ്പ് കലർത്തിയതിന് സ്വർണ്ണം എന്നാണ് പറയാം, ഗോൾഡ്. അപ്പോൾ മഖ്സൂസ് കലർത്തപ്പെട്ടതാണെങ്കിൽ പോലും. അതുപോലെ വേറെ കുറച്ച് സാധനം പറയും, തമ്പ്ര, കാരക്ക, സബീബ്, മുന്തിരി, ഹബ്ബിൻ, ജാഫിൻ, ഉണങ്ങിയ വിത്ത്. ഇപ്പോൾ നെല്ല് ഉണങ്ങിയാൽ അരിയാവുമല്ലോ. ഉണങ്ങിയ വിത്ത്, വധുഹുനിൻ, എണ്ണ, വസംനിൻ, നെയ്യ്. ഇതുപോലെയുള്ള സാധനങ്ങൾക്കെല്ലാം ഉത്തരവാദിയാകും. എന്തിനാണ് ഉത്തരവാദിയാവുക? ബി മിസ്ലിഹി, തുല്യമായ സാധനത്തിന്. അത് എവിടെയാണ് നൽകേണ്ടത്? ഫി അയ്യി മക്കാനിൻ ഹല്ല ബിഹിൽ മിസ്ലിയു, മിസ്ലിയായ സാധനം എവിടെയായിരുന്നോ ഉണ്ടായിരുന്നത് ആ സ്ഥലത്ത് വെച്ച് നൽകൽ നിർബന്ധമാകും. ഫൈൻ ഫുഖിദൽ മിസ്ലു, അപ്പോൾ മിസ്ലില്ലാത്ത സാധനമാണെങ്കിലോ? എല്ലാത്തിനും മിസ്ലുണ്ടാവണമെന്നില്ലല്ലോ. തുല്യമായ സാധനം കിട്ടാനില്ലെങ്കിലോ? ഫയദ്മനു ബിഅഖ്സാ ഖിയമിൻ മിൻ ഖസ്ബിൻ ഇലാ ഫഖ്ദിൻ, ഖസ്ബ് ചെയ്തത് മുതൽ ഫഖ്ദ്, അത് ഇല്ലാത്ത അവസ്ഥ വരെ, ഇല്ലാത്തത് വരെ, മിസ്ല് തുല്യമായ സാധനം കിട്ടാത്ത അവസ്ഥ വരെയുള്ള വിലകളിൽ ഏറ്റവും ഉയർന്ന വിലക്ക് ഉത്തരവാദിയാകും. ഫഖ്ദ് പറഞ്ഞാൽ നഷ്ടപ്പെടുക, തുല്യമായത് കിട്ടാത്തൊരവസ്ഥ വരുന്ന സമയം വരെ. ചിലപ്പോൾ 100, 150, 200 വില അങ്ങനെ കയറിയിട്ടുണ്ടാകും. അപ്പോൾ 200-നാണ് ഉത്തരവാദിയാവേണ്ടത്. ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും, അത് നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയാം, ഒരു അരിയാണ്, അരി മിസ്ലിയാണ്. വലോ തലീഫൽ മിസ്ലിയും, മിസ്ലിയായ ഒരു അരി നശിച്ചു. എൻ്റെ അരി നിങ്ങൾ ഖസ്ബ് ചെയ്തു, ആ അരി നശിച്ചു പോയി. അപ്പോൾ ഫലഹു മുത്താലബത്തുഹു മിസ്ലിഹി, തുല്യമായ അരി അവനോട് ആവശ്യപ്പെടാം. എവിടെ വെച്ചിട്ട് നൽകണമെന്ന്? ഫീ ഗൈരിൽ മക്കാനില്ലതി ഹല്ല ബിഹിൽ മിസ്ലിയു, ആ മിസ്ലിയായ സാധനം എവിടെയാണോ ഉണ്ടായിരുന്നത് ആ സ്ഥലത്തല്ലാതെ അത് ഏൽപ്പിച്ച് തരാമെന്ന് എനിക്ക് ആവശ്യപ്പെടാം. എൻ്റെ അരി നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് കട്ടുകൊണ്ടുപോയാൽ എൻ്റെ വീട്ടിൽ വെച്ച് ഏൽപ്പിക്കണം എന്നാണ് നിയമം. അതല്ലാത്ത സ്ഥലത്ത് വെച്ചും എന്നെ ഏൽപ്പിക്കണമെന്ന് എനിക്ക് ആവശ്യപ്പെടാം. പക്ഷേ എപ്പോൾ? ഇല്ലം യക്കുൻ ലിനഖ്ലിഹി മുഅനത്തുൻ, അത് നീക്കം ചെയ്യുന്നതിന് ചിലവില്ലെങ്കിൽ, അതിനങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ചിലവില്ലെങ്കിൽ, വാമിന ത്വരീഖ, അങ്ങോട്ട് കൊണ്ടുവരുന്ന വഴി സുരക്ഷിതവും ആണെങ്കിൽ. ഇല്ല, അങ്ങോട്ട് കൊണ്ടുവരാൻ ചിലവുണ്ട്, എൻ്റെ സാധനം നിങ്ങൾ എടുത്ത സ്ഥലത്ത് അല്ലാത്തൊരു സ്ഥലത്ത് എനിക്കത് ഏൽപ്പിച്ച് തരണമെന്ന് പറയുമ്പോൾ അങ്ങോട്ടുള്ള വഴി സുരക്ഷിതമല്ല, അതല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വണ്ടി ചിലവുണ്ട്, അങ്ങനെയൊക്കെ വന്നാൽ പിന്നെ നിങ്ങൾ എനിക്ക് അരിയല്ല തരേണ്ടത്. ഫബിഅഖ്സാ ഖിയമിൽ മക്കാനി, ആ സ്ഥലത്തുള്ള അരിയുടെ ഏറ്റവും ഉയർന്ന വിലയാണ് തരേണ്ടത്. ഫബിഅഖ്സാ ഖിയമിൽ മക്കാനി, ആ സ്ഥലത്തിൻ്റെ വിലകളിൽ ഏറ്റവും ഉയർന്ന വില എനിക്ക് നൽകണം. ശരി.
അപ്പം മിസ്ലിയിന് മിസ്ലി കൊണ്ടാണ് ഉത്തരവാദിയാകേണ്ടത്. അപ്പോൾ യുൽമനു മിസ്ലിയുൻ ബി മിസ്ലിഹി എന്നാണ് മത്തിന് അതിൻ്റെ കഴിഞ്ഞ ആ സെൻറ്റൻസിലുള്ളതിൻ്റെ പൂർത്തീകരണം. മിസ്ലീൻ ഉത്തരവാദിയാകും. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ഉത്തരവാദിയാകും? ബി മിസ്ലിഹി, മിസ്ലി കൊണ്ട് ഉത്തരവാദിയാകും. അത് എവിടെ വെച്ച് നൽകണം? എവിടെയെങ്കിലും വെച്ച് നൽകാൻ പോരാ. ഫി അയ്യ മക്കാനിൻ ഹല്ല ബിഹിൽ മിസ്ലിയു, മിസ്ലി എവിടെയായിരുന്നോ ഉണ്ടായിരുന്നത് ആ സ്ഥലത്ത് വെച്ച് തന്നെ നൽകാൻ ഉത്തരവാദിയാകും. ആ മിസ്ലില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അതേസമയത്ത് നിങ്ങളെനിക്ക് നൽകേണ്ടത് നിങ്ങളത് എടുത്ത സ്ഥലത്താണെങ്കിൽ എനിക്കെന്ത് ചെയ്യാം, നിങ്ങളോട് വേറെ സ്ഥലത്ത് വെച്ചിട്ടും ഏൽപ്പിച്ച് തരണമെന്ന് പറയാം, അങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ചിലവൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ചിലവുണ്ടെങ്കിലോ, അപ്പോൾ പിന്നെ അതിൻ്റെ വില തരാനാണ് ഞാൻ പറയാം. ഏത് വില? അതിൻ്റെ ഏറ്റവും ഉയർന്ന വില. ഒരു സാധനത്തിന് തന്നെ പല പീടികയിലും പല വിലയുണ്ടാവില്ലേ, പല വിലകളും ഉണ്ടാകും. അതിലേറ്റവും ഉയർന്ന വില. ഇനി മുത്തക്കവ്വമാണ്, വില കണക്കാക്കപ്പെടുന്ന സാധനമാണ്. അളന്നും തൂക്കിയും കണക്കാക്കുന്ന സാധനം അല്ലെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് മൻഫഅത്തുകൾ, ഉപകാരങ്ങൾ, ജീവികളൊന്നും ഇപ്പോൾ കോയിനൊക്കെ നമ്മൾ തൂക്കിയാണ് സാധാരണ ഇപ്പം ചെയ്യുന്നതെങ്കിലും കോയിനൊന്നും നമ്മൾ മിസ്രി ആയിട്ടല്ല കൂട്ടുന്നത്. കോഴീനെ നമ്മളിപ്പം തൂക്കിയാണല്ലോ വാങ്ങുന്നത്. ഷറഹിൻ്റെ ഭാഷയിൽ മിസ്രി എന്നല്ല പറയാം, മുത്തക്കവ്വം എന്നാണ് പറയാം. അപ്പോൾ ഇതുമൻ മുത്തക്കവ്വമുൻ ഉത്തരിഫ, നശിപ്പിക്കപ്പെട്ട മുത്തക്കവ്വമിന്, വില കണക്കാക്കപ്പെടുന്ന സാധനത്തിന് ഉത്തരവാദിയാകും. കൽ മനാഫി, ഒരു സാധനത്തിൻ്റെ ഉപകാരം, വൽ ഹയവാനി, ജീവി, അതുപോലെയുള്ളതിനൊക്കെ ബിൽ ഖീമത്തി, വിലക്കാണ് ഉത്തരവാദിയാവുക, വിലയാണ് നൽകേണ്ടത്. ഇനി മിസ്രിയിന് മിസ്രി വാങ്ങാതെ വില വാങ്ങാം. യജൂസു അഖ്ദുൽ ഖീമത്തി അനിൽ മിസ്രി, മിസ്രിയായ സാധനത്തിന് പകരം വില വാങ്ങൽ എന്നത് നിയമമാണ്. ബിത് തറാദി, രണ്ടുപേരുടെയും തൃപ്തിയുടെ അടിസ്ഥാനത്തിൽ. ഇനി വൈദാ അഖദ മിൻഹുൽ ഖീമത്ത, ഇനി ഒരാളിൽ നിന്ന് വില വാങ്ങിയാൽ ഫജ്തമ, അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചുകൂടി, ബലദി തലഫി, നശിച്ച നാട്ടിൽ രണ്ടുപേരും ഒരുമിച്ചുകൂടി, ആ സാധനം നശിപ്പിക്കപ്പെട്ട സ്ഥലത്ത് രണ്ടുപേരും ഒരുമിച്ചുകൂടി. ആദ്യം വില വാങ്ങിയിട്ടുണ്ട്, എന്നാൽ മിർജിയ, രണ്ടുപേർക്കും പിന്മാറാൻ പറ്റില്ല. ഇരൽ മിസ്ലി, മിസ്ലിലേക്ക് പിന്മാറാൻ പറ്റില്ല. മിസ്ലി വേണമെന്ന് പറയാൻ രണ്ടുപേരോട്, മിസ്ലി തരാമെന്നോ മിസ്ലി വേണമെന്നോ രണ്ട് ആൾക്കും പറയാൻ പറ്റില്ല. വഹൈസു വജബ മിസ്ലുൻ, മിസ്ലി നിർബന്ധമാകുമ്പോൾ മിസ്ലിന് മിസ്ലാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ വില കൂടിയിട്ടുണ്ടാവും, കുറഞ്ഞിട്ടുണ്ടാവും. അത് ഇവിടെ നോക്കാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചാക്ക് അരി വസുബ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഒരു ചാക്ക് അടക്ക, അല്ലെങ്കിൽ ഒരു ചാക്ക് മറ്റെന്തെങ്കിലും വിലയുള്ള സാധനം നിങ്ങൾ എന്നിൽ നിന്ന് കട്ടുകൊണ്ടുപോയാൽ നിങ്ങൾ തിരിച്ചു തരുന്നത് നാളെയാണ്. പക്ഷേ നാളെയൊക്കെ എന്തായിട്ടുണ്ട്, അതിന് 1000 റുപ്യ കൂടിയിട്ടുണ്ടെങ്കിൽ വില കുറക്കാൻ പറ്റില്ല. അപ്പോൾ സ്വർണം, ഒരു 5 പവൻ സ്വർണം നിങ്ങൾ വസ്ബ് ചെയ്തു, ഈ മാസം വസ്ബ് ചെയ്തു, അപ്പോൾ അടുത്ത മാസം നിങ്ങൾ എനിക്ക് തിരിച്ചു തരാണ്. അപ്പോൾ 50,000 ഉള്ളത് 1,00,000 റുപ്യ ആയിട്ടുണ്ട് പവന് എങ്കിൽ, ആ 1,00,000 റുപ്യ നിങ്ങൾ വഹിക്കേണ്ടി വരും. എനിക്കൊരു പവന് പകരം ഒരു പവൻ തന്നെ തരണം എന്നുള്ളതാണ്. ഹൈസു വജബ മിസ്ലുൻ, മിസ്ലു നിർബന്ധമാകുമ്പോൾ ഫല അസറലി ഖലാഇൻ, വില കൂടുന്നതിനും ഇവിടെ പ്രസക്തിയില്ല. ഔ റുഖ്സിൻ, അല്ലെങ്കിൽ വില കുറയുന്നതിനും എന്തില്ല, പ്രസക്തി ഇല്ല. അതിന് പ്രത്യേകമായ പരിഗണന ഇല്ല എന്നർത്ഥം. സാധനത്തിന് പകരം സാധനം, എത്ര വില കൂടിയാലും എത്ര കുറഞ്ഞാലും. എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ സാധനം കൊണ്ടുപോയപ്പോൾ അതിന് 50,000 റുപ്യൻ്റെ സാധനമാണ് നിങ്ങൾ കൊണ്ടുപോയത്, തിരിച്ചു വരുമ്പോൾ 25,000 ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രേ കിട്ടുള്ളൂ. ഫ്രോൻ. ഇനി മറ്റൊരു കാര്യം, ഒരു കപ്പൽ നെങ്കൂരിട എന്നൊക്കെ പറയില്ല, കപ്പലൊക്കെ കെട്ടിടാറുണ്ടല്ലോ അല്ലേ, കപ്പലും തോണിയൊക്കെ കെട്ടിയിടുന്ന കണ്ടില്ല നിങ്ങൾ കരക്ക്, അതിനാ തിരമാലയിൽ പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒരാൾ കപ്പലിൻ്റെ കയറ് കഴിച്ചിട്ടു, ഒരു മൃഗത്തിൻ്റെ കയറ് കഴിച്ചിട്ടു എന്ന് പറയുന്നത് പോലെയാണത്. ഒക്കെ മസലം തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ മസലയാണ് പറയുന്നത്. ഒരു മൃഗത്തിനെ കഴിച്ചിടുക, ഒരു കിളീൻ്റെ കൂട് തുറന്നിടുക, ഇങ്ങനെയുള്ള അക്രമങ്ങളൊക്കെ ഒരാൾ ചെയ്താൽ ഒക്കെ ഹസ്ബനെയാണല്ലോ. എന്താണ് വിധി, അതിനെന്താണ് ഉത്തരവാദിയാവുമല്ലേ എന്നുള്ളതാണ്. നോക്കുക, ലൗ ഹല്ല, അപ്പോൾ സമയം കുറേ ആയിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് അടുത്ത പാഠത്തിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.